ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ അത് ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. എന്നെ അവിടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെമ്പർ ആവണം വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ പൈസീസ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. പൈസീസിൻ്റെ ഓവറോൾ എനർജി 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 10 ഓഫ് സോഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഡെവിൾ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 9 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ പൈസീസ് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ഇംബാലൻസ് ആണ്. ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്തോ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ലാത്ത മാതിരി ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ്. അതല്ലാച്ചാൽ ഈ പേഴ്സൺ എഫേർട്ട് ഇടുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഉണ്ടാവില്ല. എന്തോ ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ലാക്ക് ഓഫ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഇല്ലാച്ചാൽ വേറെ കാര്യത്തിലാണ് നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഉള്ളത്. ഈ കാര്യത്തിൽ, റൊമാൻറ്റിക് കാര്യത്തിൽ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യണില്ല. ഈ പേഴ്സൺ എന്തോ ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ തരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ഇല്ല. നിങ്ങൾ വേറെ എവിടെയാണ് നോക്കണത് പറഞ്ഞാൽ ഒട്ടും നിങ്ങൾ ഇതിനെ മൈൻഡ് ചെയ്യണില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എന്താണ് ഈ 4 ഓഫ് കപ്സ് ഇവിടെ? 6 ഓഫ് വാൻസ്. നിങ്ങൾക്ക് വേറെ ഏരിയ ഓഫ് ലൈഫിൽ കുറേ സക്സസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ട വെച്ചാൽ അവിടെ എന്തോ നിങ്ങളുടെ ലൈഫിൽ നല്ല സക്സസ് ഉണ്ട്. ജോലി അല്ല വെച്ചാൽ വേറെ ഒരു കാര്യത്തിൽ കുറേ ഒരു സക്സസ്, ഒരു റിവാർഡ് മാതിരി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിലാണ്. അപ്പോൾ റൊമാൻറ്റിക് കാര്യത്തിൽ അത്ര നിങ്ങളുടെ അറ്റൻഷൻ ഇല്ല. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. ഇതിപ്പോൾ നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്ക് മാറിയെന്ന് വരും. ഈ സൈഡ് നിങ്ങളുടെ അല്ല വെച്ചാൽ ഈ സൈഡ് നിങ്ങളുടെ ആണെന്ന് വെച്ചാൽ അത് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഈ പേഴ്സൻ്റെ എനർജിയിൽ. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. ശരിയായ സമയം നിങ്ങൾക്ക് സമയം കിട്ടുമോ? ഈ സമയത്ത് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട്, അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. ഇവർ ഷുവർ അല്ല ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ കുറേ കൺഫ്യൂസ്ഡ് ആണ് ഈ പേഴ്സൺ ഈ സമയത്ത്. പ്രാക്ടിക്കൽ സൈഡ് അവരുടെ ഒരു കാര്യം പറയണു, മറ്റേ ഇമോഷണലി അവർ കുറേ അറ്റാച്ച്ഡുമാണ് നിങ്ങളുടെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. ഈ സമയത്ത് കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു റിജക്ഷൻ്റെ എനർജിയാണ്, ഒരു ലോസിൻ്റെ എനർജിയാണ്. ഇവിടെ എന്തോ ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഈ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഒരു പേഴ്സൺ ഇവിടെ കുറേ കോൺഫിഡൻ്റ് ആണ്, മറ്റേ പേഴ്സണ് അത്ര കോൺഫിഡൻസ് ഇല്ല. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇവിടെ.
അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് എനർജിയാണ് വേണ്ടത്, ഫെയർനെസ്, ബാലൻസ്, മാരേജ്. പക്ഷേ ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ വേണം. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, 2 ഓഫ് കപ്സ്. ആൻഡ് ഇതൊരു മ്യൂച്വൽ ലവ് ആണ്, മ്യൂച്വൽ ഫീലിംഗ് ആണ്. പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നല്ല, 2 സൈഡിൽ നിന്നും ഉണ്ട്. പക്ഷേ ഇവിടെ ബ്ലോക്സ് ഉണ്ട്. ഈ പേഴ്സൺ എത്രയും ശ്രമിച്ചാലും ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ പ്രോഗ്രസ്സും കുറവാണ്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അതിൽ കുറേ ഒരു ബ്ലോക്സ് ഉണ്ടാവും. അപ്പോൾ ഒന്നും മുമ്പോട്ട് പോവാത്ത ഒരു എനർജി മാതിരി കുറേ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട് ഈ പേഴ്സണിന് നിങ്ങളെ മീറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ. നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്താലും ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല, അങ്ങനത്തെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ ടയേർഡാണ്. ഇവിടെ ഇൻറ്റൻഷൻ 10 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇതൊരു ബിട്രിയൽഡ് എനർജിയാണ്. എന്താണ് ഈ 10 ഓഫ് സോഡ്സ് ഇവിടെ ഇൻറ്റൻഷനായിട്ട്? അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇത് കഴിഞ്ഞ എനർജിയാണ്, പറഞ്ഞാൽ ഇത് പാസ്റ്റ് എനർജി ആയിരിക്കാം. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറേ ടയേർഡായി ഫീൽ ചെയ്യണു, ഒട്ടും എനർജി ഇല്ല. ഇപ്പോൾ ഇതിന് ആദ്യം നിങ്ങൾ തുടങ്ങാൻ നോക്കണു, ആദ്യം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്പാർക്ക് കൊണ്ടുവരാൻ നോക്കണു. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങൾക്ക് അതാ വേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഈ സിറ്റുവേഷനിൽ പാസ്റ്റിൽ എന്തോ വർക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയ്ക്ക്. പക്ഷെ നിങ്ങൾ അതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്, റെഡിയാണ്. പക്ഷേ ആ ഓഫർ വരണം. ഓക്കെ, നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി വേണം. അതാണ് ഇൻറ്റൻഷൻ ഇവിടെ. ഇവരുടെ ഇൻറ്റൻഷൻ കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു വെരി പ്രാക്ടിക്കൽ എനർജിയാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ്, അവർ കുറേ ഒരു പ്രാക്ടിക്കൽ പേഴ്സണും ആയിരിക്കാം, കുറേ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കണേ. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുമായിരിക്കാം ഇവിടെ ഒരു ബിട്രിയൽ ഫീലിംഗ്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഏതൊരു പേഴ്സണും ഉണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കുറേ ഹേർട്ടായി. പക്ഷേ ഈ പേഴ്സണെ വേറെ ഒരു ചാൻസ് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്. ഈ പേഴ്സൻ്റെ ആക്ഷൻ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, നിങ്ങളുടെ ആക്ഷൻ ഡെവിലാണ്. അപ്പോൾ ഈ ഡെവിൽ എന്താണ് ആക്ഷനിൽ? കാപ്രിക്കോൺ എനർജി, ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ പൈസീസ് ഈ ഡെവിളുടെ എനർജി എന്താ വെച്ചാൽ നിങ്ങൾ കുറേ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന്. പക്ഷേ എവിടെയോ നിങ്ങളുടെ ഒരു ബൗണ്ടറി ഇല്ലാത്ത എനർജി. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. നിങ്ങളുടെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എല്ലാം മറന്നിട്ട് എല്ലാം ആദ്യം തുടങ്ങാൻ റെഡിയാണ്. അങ്ങനത്തെ എനർജിയാണ് ഇത്. അതുകൊണ്ടാണ് ഇവിടെ ഡെവിൽ കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ഇവിടെ ഇല്ല. നിങ്ങൾ വേറെ പേഴ്സണെയാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണേ. നിങ്ങളുടെ എനർജീനെക്കാട്ടിലും നിങ്ങളുടെ ഫീലിങ്സിനെ മറന്നിട്ട്, എന്നുവെച്ചാൽ നിങ്ങൾ ഹാപ്പി അല്ല ഒട്ടും. ഇവിടെ കുറേ ബിട്രേഡായി ഫീൽ ചെയ്തു നിങ്ങൾ. ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, ആ വിഷമമുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനും റെഡിയാണ്. ആ എനർജിയിലാണ് നിങ്ങൾ. എന്നുവെച്ചാൽ അത്രയും നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ അതാണ് ഇവിടെ ടോക്സിസിറ്റി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ എനർജി ഇല്ല ഇവിടെ. നിങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനത്തെ എനർജിയാണ്, അത്രയും ഡെസ്പറേറ്റ് എനർജിയാണ് ഇത്. അതുകൊണ്ടാണ് ഡെവിൽ കാണുന്നത്. എന്നുവെച്ചാൽ അത് അൺഹെൽത്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബൗണ്ടറി വേണം ലൈഫിൽ. എപ്പോഴും ഏത് കാര്യത്തിലും ഏത് സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വാല്യൂസ്, അതൊക്കെ മറന്നിട്ട് ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇത്രയും സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റെഡ് ഫ്ലാഗാണ്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ ആക്ഷൻ. ഇവർ ഒരു ഫ്രീ ബേർഡിൻ്റെ എനർജിയിലാണ്. പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ് ഈ പേഴ്സൺ. അവർ ഏരീസ് എനർജി ആവാം, പക്ഷെ മാരീഡ് ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അവർ നിങ്ങളെ പ്രയോറിറ്റൈസ് അല്ല ചെയ്യണത്. ഇവിടെ വേറെ ഒരു പേഴ്സൺ ഉണ്ട് പിക്ചറിൽ. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്താ വെച്ചാൽ 7 ഓഫ് സോഡ്സ്.
അപ്പോൾ എന്തോ ഇവിടെ ഒരു ശരിയല്ലാത്ത എനർജിയാണ് പൈസീസ്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കേണ്ട, അതല്ല വെച്ചാൽ നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും ഈ നിങ്ങളുടെ ലൈഫിനെ സാബോട്ടാജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മാപ്പ് ചോദിക്കാൻ ഈ പേഴ്സൺ വരും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ബിട്രേ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മാപ്പ് ചോദിക്കാൻ വരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ ഈ പേഴ്സണെ ഫൊർഗിവും ചെയ്യും. 9 of Swords, കുറേ സ്ട്രെസ് ഉണ്ട് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ സിറ്റുവേഷൻ തന്നെ ഇംബാലൻസ്ഡ് ആണ്. ബാലൻസ് ചെയ്യാൻ നോക്കണു ആരോ, രണ്ടാൾക്കാരെ ഒരുമിച്ച് ബാലൻസ് ചെയ്യണു. ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആണ്. അപ്പോൾ ഫാമിലീനെ വിടാനും അവർക്ക് താല്പര്യമില്ല, പക്ഷേ നിങ്ങളെ വിടാനും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ രണ്ട് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നോക്കും. 3 of Swords ഉണ്ട് ഇവിടെ, ഹാർട്ട് ബ്രേക്ക് ഉണ്ട് എനർജി. അപ്പോൾ പൈസീസ് ഇവിടെ ഏരീസ് ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് കുറേ ഉണ്ട് ഇവിടെ. ആൻഡ് പൈസീസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ലീബ്ര ഉണ്ട്, അക്വേരിയസ്, ലീബ്ര, ജെമിനായി. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ ഡിസെപ്ഷൻ. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഈ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും ശരിയായി ഒരു കാര്യം അവർ കമ്മിറ്റ് ചെയ്യണില്ല. പറഞ്ഞാൽ അവർ നിങ്ങളെയും ലൈഫിൽ വെക്കാൻ അവർ നോക്കണു, അവരുടെ ഫാമിലി ലൈഫും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡിസെപ്ഷൻ തന്നെയാണ് ഇവിടെ. someone is wearing a false self mask. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ കമ്മിറ്റും ചെയ്തിട്ടുണ്ടാവും. അത് ഈ സമയം ആവുമ്പോഴേക്കും ഞാൻ ഈ പേഴ്സണെ വിട്ട് നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് തുടങ്ങാം എന്ന് അങ്ങനത്തെ ഒരു പ്രോമിസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതും ശരിയല്ലാത്ത ഒരു പ്രോമിസാണ്. ഓക്കെ, അവർ അതിനെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, അവർ ആ പ്രോമിസിനെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തോ ഇവിടെ ശരിയല്ല പൈസീസ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ജൂലൈ വരെ ബുക്ക്ഡാണ് ആക്ച്വലി. അപ്പോൾ ജൂലൈ 1 സെഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴന്നെ ബുക്ക് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ എല്ലാം പ്രീ ബുക്ക്ഡാണ് എൻ്റെ സെഷൻസ്. ആദ്യം ആരാ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക ഞാൻ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.